മോർണിംഗ് മാത്സ് വെൽക്കം ബാക്ക് ടു മുർഷീസ് മിറാക്കിൾ. പിന്നെ ഇതാണിപ്പം രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. ഇന്നത്തെ മുടിൻ്റെ അപ്ഡേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. ഇതിൻ്റെ സെൻട്രൽ ഭാഗം വരും, കാൽത്ത് വരും. ഇതിൻ്റെ ഡോണർ ഏരിയ പറയാൻ മതി. ഇവിടെ മനുഷ്യന്മാരെ കാട്ടി കൂടുതലുള്ളത് പറഞ്ഞാൽ നായ്ക്കളാണ്, അതേമാതിരി കൈതകൾ. നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാക്കച്ചികൾ കാണൽ കുറവാണ്, കാക്കച്ചി കമ്മിയാണ്. ഇവിടെ കാക്കച്ചികളാണ് കുറേ നോക്കി കാക്കച്ചിനെ. ഇവിടെ കാക്കച്ചി പറഞ്ഞ സാധനമില്ല. കൈതാൾ തെല്ലോണ്ട് ഇവിടെ കണ്ടമാനം കൈതാളുണ്ട്. ഇവിടെ കണ്ടമാനം എന്ന് പറയുകയാണെങ്കിൽ ചില്ലറൊന്നുമല്ല. നടക്കുന്നിടത്തും ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ആടാൾ ഇപ്പോഴും ഇല്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെ നടക്കില്ല. പണ്ടൊക്കെ ഉണ്ടല്ലോ ആടാൾ ഇങ്ങനെ നടക്കണം അങ്ങാടി കൂടെ എന്ന് പറഞ്ഞ മാതിരി. ഇവിടെ കൈതാൾ ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ. ചില്ലറൊന്നുമല്ല, തലങ്ങും ബലങ്ങും കൈതിനെ തട്ടി തടഞ്ഞാണ് മനുഷ്യന്മാർ മുഖം. നടക്കിനിടയിൽ കൂടെ ഒക്കെ കാലിൻ്റെ നാട്ടിൽ കൂടെ ഒക്കെ ഇങ്ങനെ കൈതാളിങ്ങനെ പോകും. പൂച്ചാളൊക്കെ പോകണമാതിരി കൈതാൾ ഇങ്ങനെ തലങ്ങും ബലങ്ങും ഒക്കെ കാണിച്ചപ്പോൾ ഇപ്പം ഇവിടെ കുറച്ച് കൈതാളുണ്ട്. കൈതാ കുട്ടികളൊക്കെ ഒരു പഞ്ഞിക്കുട്ടി മരത്തിലാണ്. പിന്നെ കാക്കച്ചി പറഞ്ഞ സാധനത്തിന് ഇവിടെ കാണാൻ ഭയങ്കര റയറാണ്. കാക്കച്ചി പറഞ്ഞ സാധനം ഇവിടെ ഇല്ല. എൻ്റെ ഡൗട്ട് ഇപ്പോൾ ഇതാണ്, ഇവിടെ ഈ കാക്കച്ചിയാൾ പറഞ്ഞൊക്കെ സംഭവം ഇറ്റിങ്ങൾക്ക് നമ്മളെ മാതിരി വണ്ടിയും ബസ്സൊന്നും വിളിച്ചാണ്ട് വരേണ്ട ആവശ്യമില്ലല്ലോ. ബൈക്ക് എടുത്തുകൊണ്ട് വണ്ടിയും ബസ്സും വിളിച്ചാണ്ട് വരേണ്ട ആവശ്യം. ഒരു ആകാശം പരന്നെടുക്കുന്ന ആകാശമല്ലേ, ചിറകിട്ടടിച്ചാൽ അങ്ങോട്ട് പല നാട്ടിലേക്ക് എത്തിക്കൂടെ ഞങ്ങൾക്ക്. അപ്പോൾ എന്തുകൊണ്ട് കാക്കച്ചികളെ നമ്മളെ നാട്ടിൽ കേരളത്തിലുള്ള കാക്കച്ചികൾ എന്തുകൊണ്ട് ഇങ്ങോട്ട് വരുന്നില്ല? പക്ഷേ ഞങ്ങൾക്ക് ഗൂഗിൾ മാപ്പും റൂട്ട് മാപ്പും നോക്കിയാണ് വരേണ്ട ആവശ്യമില്ല, വണ്ടി വിളിച്ച് വരേണ്ടതില്ല. എന്നാൽ ചിറകിട്ടടിച്ചാൽ അങ്ങോട്ട് എത്തിക്കൂടെ? ഇവിടെ കുറച്ച് പേരും കൂടിയൊക്കെ എടുക്കുകയാണെങ്കിൽ നിന്നൂടെ കൂട് കെട്ടിക്കാണ്ടൊക്കെ പറ്റുവായി. അപ്പം അതിൽ കടി പോണേ. അപ്പം വിശേഷങ്ങളായിട്ട് വരാം. ബൈ. എൻ്റെ ക്യാമറ എങ്ങനെയുണ്ട്? എൻ്റെ ക്യാമറ ഇതാണ് പറഞ്ഞത്. ഐഫോൺ ഒരിക്കലും ബൈക്കിൻ്റെ മൊബൈൽ ഹോൾഡറിൽ വെച്ചിക്കാണ്ട് ട്രിപ്പ് പോകരുത്, യാത്ര ചെയ്യരുത് എന്ന് പറഞ്ഞതാണ്. വണ്ടി കുലുങ്ങണ മാതിരിയാണ് ഇപ്പം എൻ്റെ മൊബൈൽ കുലുങ്ങുന്ന അവസ്ഥ. എൻ്റെ അവസ്ഥയാണ് നമ്മളെ ചെക്കൻ്റെ അടിയിൽ കാണുന്നതാണ്. വൈഡാങ്കിൽ ഇട്ടാൽ മാത്രമേ കിട്ടുള്ളൂ. എന്നാലും ഇതിൻ്റെ ഉള്ളിൽ നിന്നൊരു തീപ്പൊരിൻ്റെ ശബ്ദമാണ്, ഒച്ചപ്പാടാണ്, പറയാറുണ്ട്. ചെക്കൻ നാട്ടിൽ നിന്ന് കോർണിൻ്റെ ഒരു ദിവസം മുമ്പ് കഴുകിയിട്ടില്ല, ഒന്നും കഴുകിയിട്ടില്ല. അതിൻ്റെ ശേഷം സാധനം കഴുകിയിട്ടില്ല, ചാണ്ടിലൊക്കെ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ കൈതനെ കൊണ്ടൊരു ആറാട്ടാണ്. കൈത അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞിട്ടും വണ്ടിയിട്ടൊക്കെ ഇട്ട്. ഇന്നലെ ഞാൻ അങ്ങനെ നിൽക്കുമ്പോൾ വെറുതെ എന്നെ നോക്കിയാണ്ട് ഒരു കൈത ഇങ്ങനെ ചിരിച്ചു. ആ ചിരിച്ച് തീരെ പറ്റിയിട്ടില്ല. കള്ള കൈത ഒരു ബിൽഡ് ചിരിയാൻ ചിരിച്ചു. പിന്നെ ഒരു നായ്ക്കളും മനുഷ്യന്മാരെ കാട്ടി കൂടുതലും ഇവിടെ നായ്ക്കളാണ്. പിന്നെ നായ്ക്കൾ ഒരു രക്ഷയില്ല. മനുഷ്യന്മാരെ കാട്ടി കൂടുതലും നായ്ക്കളാണ്. പക്ഷെ നാട്ടിൽ ഇങ്ങനെ കടിച്ചില്ല കേട്ടോ, കടിച്ചാത്ത നായ്ക്കൾ. കൈതൻ്റെ സംസ്ഥാന സമ്മേളനമാണ് കൈതക്കുട്ടിയാണ് പറയുക. ഒരു പഞ്ഞിക്കുട്ടി മരത്തിലാണ് ഉണ്ടല്ലേ. കൈത പുല്ലൊക്കെ തിന്നൂടെ? അറിയില്ല. ഒരു പഞ്ഞി സാധനമുണ്ട്. ഇതിന് മേലത്ത് കുറേ രോമുണ്ട്. മറ്റേ കൈതോളം മേത്തുന്ന രോമുണ്ട്. ചെറിയ കുട്ടിയായതുകൊണ്ടായിരുന്നു അതൊക്കെ കൊഴിഞ്ഞു പോയി എനിക്കറിയില്ല. ഇത് കുറേ നേരം ഈ കൈത ഇങ്ങനെ തന്നെ നോക്കി കിട്ടും. ഞാൻ ഇതിൻ്റെ അരയിലാണെന്ന് വിചാരിച്ചു. നീ പൊന്നിച്ചേ കൈത ഉള്ള കൈത അങ്ങോട്ടെ പോട്ടെ. ഒട്ടകത്തിൻ്റെ മൂന്തയും കുതിരൻ്റെ തലയും കൈതൻ്റെ കാലും കരടിൻ്റെ കാലും. പേര് കൈത. മോനെ ഇത് ക്രോസ് അടിച്ചുണ്ടാക്കിയിട്ടുണ്ടായി. ഇതൊക്കെ കൈതമല്ല, ഒട്ടകത്തിൻ്റെ തലയാണ് അതിന്. ജിറാഫിൻ്റെ ചെവിയും. പേര് കൈത. പഞ്ഞിക്കുട്ടി ചെമ്മരിയാടിൻ്റെ തൊലിയും
ഒരു പഞ്ഞിക്കുട്ടി തന്നെ ഈ കൈത.